അപ്പോഴേ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ ആഷ്മിയുടെ മുഖം കണ്ടോ, രാവിലെ മുതൽ ഭയങ്കര സങ്കടത്തിലാട്ടോ. ചോട്ടൂനെയും മിട്ടൂനെയും രാവിലെ മുതൽ മടിയിലെടുത്ത് വെച്ച് ഇങ്ങനെ താഴെ ഇറക്കാതെ വെച്ചുകൊണ്ടിരിക്കുക കേട്ടോ. കാരണം ആഷ്മിയുടെ സങ്കടത്തിന് കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചോട്ടും മിട്ടും ഇന്ന് നമ്മുടെ വീട്ടിൽ നിന്ന് പോവാണേ. അപ്പോൾ അവർ കഴിഞ്ഞ ആഴ്ച മുതൽ വരുന്നെന്ന് പറഞ്ഞെങ്കിലും ഇതുവരെ വന്നില്ലായിരുന്നു. അപ്പം ഞായറാഴ്ച വരുമെന്ന് പറഞ്ഞെങ്കിലും അപ്പം നമുക്ക് ഉറപ്പില്ലായിരുന്നു. അപ്പോൾ രാവിലെ വിളിച്ച് പറഞ്ഞു ഇന്ന് വരുന്നുണ്ട്, ഇവരെ കൊണ്ടുവരാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അതിൻ്റെ സങ്കടത്തിലാണ് അശ്മി. ഇത്രയും ദിവസം ഇവിടെ നമ്മളെ സ്നേഹിച്ച് വളർത്തിയിട്ട് കൊടുത്ത് വിടുമ്പോൾ അതൊരു സങ്കടമാണ്. അതെനിക്കും ഉണ്ട്, ഒരുപാട് സങ്കടമുണ്ട്. അതേപോലല്ല ഈ പിള്ളേർ കേട്ടോ. അവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സങ്കടമാണ്. പ്രത്യേകിച്ച് ഈ ആഷ്മി പണ്ട് തൊട്ടേ ഇവിടെ പട്ടിക്കുഞ്ഞുങ്ങളെ കൊടുക്കുമ്പോഴെല്ലാം കരച്ചിൽ കേട്ടോ. പട്ടിക്കുഞ്ഞുങ്ങളെ എടുക്കാൻ വരുന്നവർക്ക് വരെ വിഷമമായിട്ടുണ്ട് അവിടെ കരച്ചിൽ കണ്ടിട്ട്. അങ്ങനെ കരയുന്നവരിപ്പോൾ തിരിച്ചറിവായതിനു ശേഷം ഇച്ചിരി വ്യത്യാസമുണ്ട്. എന്നെങ്കിലും പിള്ളേരാകുമ്പം ഇതുപോലുള്ള പട്ടിക്കുഞ്ഞുങ്ങളുടെയൊക്കെ ഏറ്റവും കൂടുതൽ ഇതാവുന്നത് പിള്ളേരല്ലേ. അവർക്ക് അതിൻ്റെതായിട്ടുള്ള വിഷമം ഉണ്ടാവും, എന്നാലും അവർക്ക് അറിയാൻ കൊടുത്ത് വിടുമെന്ന്. അങ്ങനെ ഞാൻ 2 പേർക്കും ഓരോ കുഞ്ഞു പൊട്ടൊക്കെ ഇട്ടിട്ടുണ്ട്, സുന്ദര കുട്ടപ്പന്മാരാക്കി നിർത്തിയിട്ടുണ്ട് കേട്ടോ. അല്ലെങ്കിൽ നല്ല രസമുണ്ടായിരുന്നു കാണാൻ. നല്ല ഇവരിങ്ങനെ കളിയും ചിരിയൊക്കെ ആയിട്ട് നമ്മൾ കൊടുത്തു. ഇതാ ഞാൻ പറഞ്ഞത് ഈ പരുവത്തിന് മുന്നേ കൊണ്ടുപോകണം എന്നേ ഞാനങ്ങ് പറയുമായിരുന്നു, കൊണ്ടു. ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഞാനോട്ട് കൂടുതലങ്ങ് അടുത്ത് എൻ്റെ പുറവിനെല്ലാം മിക്കുമൊക്കെ നടക്കുന്നതിൽ എൻ്റെ പുറവിനൊന്നും മാറത്തേയില്ല കേട്ടോ. എൻ്റെ ശബ്ദം കേൾക്കുമ്പോഴേ എൻ്റെ കൂടെ വരും. ഇപ്പം ഞാൻ കിടക്കുന്ന കട്ടിലിൻ്റെ കീഴെ വന്ന് കിടക്കുക, അതൊക്കെയായിരുന്നു ഇവരുടെ ഡ്യൂട്ടി. ഇപ്പം മറ്റവരും അതുപോലെ തന്നെ ആയിരുന്നില്ല. ഞാൻ എവിടെ ഉണ്ടോ അവിടെ ഇവരും ഉണ്ടായിരുന്നു. ബെല്ല പിന്നെ ഇപ്പോൾ ഇവരെ തിരിഞ്ഞുപോലും നോക്കത്തില്ല കേട്ടോ. അത് അവൾ അങ്ങനെയാണ്. ഏത് കുഞ്ഞുങ്ങളുടെ ആയാലും ഒരു സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പാലും കൊടുക്കത്തില്ല, അവരെ ശ്രദ്ധിക്കത്തുമില്ല കേട്ടോ. ഇവർക്കിപ്പോൾ അമ്മയുടെ പാലൊന്നും ഇല്ല. ഇവരിപ്പോൾ സാധാരണ ഞാൻ കൊടുക്കുന്ന ഫുഡ് തന്നെ കഴിച്ചാണ് വളരുന്നത്. അത് ഈ ബെല്ല മാത്രമേ ഉള്ളൂ ഇങ്ങനെ കേട്ടോ. ബെല്ലയുടെ ചോറെടുക്കാൻ ചെന്ന് കഴിയുമ്പം കടിച്ച് ഇവർക്ക് നല്ലോണം ഉപദ്രവിച്ച് തിരിച്ചു വിടുകയും ചെയ്യും കേട്ടോ. അവൾക്ക് കൊണ്ടിരിക്കുന്ന ചോറിനകത്ത് ഇവരായാലും സ്വന്തം മക്കളായാൽ കൂടി തൊടാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു തള്ളയാണ് ആ തള്ള, എന്തും പറയാനോ. പക്ഷേ ഇവിടെ പപ്പിയൊന്നും അങ്ങനെയല്ലായിരുന്നു. അവൾ കുഞ്ഞുങ്ങളൊക്കെ കഴിച്ചിട്ടായിരുന്നു ബാലൻസ് ഉള്ളതായിരുന്നു അവർ കഴിക്കുന്നത്. പക്ഷേ ഒരു വെറൈറ്റി തള്ളയാണ് ഈ ബെല്ല കേട്ടോ. ഒരു ഇച്ചിരി ദുഷ്ടത്തരമുണ്ട് അവൾക്ക്. എന്തായാലും അവൾ ബെല്ലയ്ക്ക് വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു കുഞ്ഞുങ്ങൾ പോയപ്പോഴും ഒന്നും കേട്ടോ. അങ്ങനെ അവസാനം അവരെത്തി കേട്ടോ. എന്തായാലും ഭാഗ്യത്തിന് ഞാൻ ആഷ്മി അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. നമ്മുടെ തൊട്ടപ്പുറത്തെ അമ്പലത്തിൽ കന്യാസദ്യയായിരുന്നു കേട്ടോ. അപ്പോൾ ആഷ്മിയുടെ കൂട്ടുകാർ, ട്യൂഷൻ വീട്ടിലെ കുറേ കൂട്ടുകാരൊക്കെ ആയിട്ട് വീട്ടിൽ വന്നായിരുന്നു അവരൊക്കെ. പക്ഷേ എൻ്റെ വീഡിയോ എടുത്തത് സേവ് ആക്കാൻ മറന്നു കേട്ടോ. അങ്ങനെ ആഷ്മിയെ ഞാൻ അവരുടെ കൂടെ അങ്ങ് അമ്പലത്തിലോട്ട് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇവർ വന്നതോ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നതോ ഒന്നും ആഷ്മി കണ്ടിട്ടില്ല. അത് തന്നെ ഒരു അങ്ങനെ ദാണ്ട ഇവരാണ് നമ്മുടെ ചോട്ടൂനെയും മിട്ടൂനെയും കൊണ്ടുപോകാനായിട്ട് വന്നത്. ചോട്ടൂനെയും മിട്ടൂനെയും 2 വീട്ടിൽ കൊണ്ടുപോകാനായിട്ടായിരുന്നേ ചോദിച്ചിരുന്നത്. അപ്പം ഒരാളെ കൊണ്ടുവന്ന വീട്ടിൽ അവർക്കിപ്പം മതിലും ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അപ്പം ഇവർ ഒരാളെ കൊണ്ടുപോകാനായിട്ടാണ് വന്നത്. അപ്പം ഇവനെ മോട്ടൂനെയാണ് ചോദിച്ചു വെച്ചിരുന്നത് ഇവർ കേട്ടോ. അപ്പം ചോട്ടൂനെ കൊണ്ടുവന്ന ആളിനിപ്പം വേണ്ടെന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ ദണ്ട ഇവരുടെ വീട്ടിൽ നേരത്തെ ഒരു നാടൻ പട്ടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് മരിച്ചു പോയി, പെട്ടെന്ന് എന്തോ അസുഖം വന്ന് മരിച്ചു പോയത് കേട്ടോ. അപ്പം അവരിത്രയും താമസിച്ച് തന്നെ അവർ ഗേറ്റൊക്കെ ഇടാൻ വേണ്ടിയിട്ടായിരുന്നു എന്ന് പറഞ്ഞ്. അപ്പം ഗേറ്റൊക്കെ ഉണ്ടെങ്കിലേ ഇവർ നമുക്ക് സുരക്ഷിതമായിട്ട് വളർത്താൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഞാൻ പറഞ്ഞ് ഇവരെ തമ്മിൽ പിരിക്കണ്ട, അവർ തമ്മിലാകുമ്പം അവരൊരു കൂട്ടല്ലേ, അതുകൊണ്ട് ഇതിനെയും കൂടെ കൊണ്ടുപോകും, ചോട്ടൂനെയും കൂടെ കൊണ്ടുപോകും. 2 ആൺകുട്ടികളല്ലേ, അങ്ങനെ പ്രസവിക്കത്തും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പം 2 പേരെയും കൂടെ കൊണ്ടുവന്നും പറഞ്ഞ് ഞാൻ 2 പേരെയും കൂടെ ഏൽപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഭയങ്കര സ്നേഹമായിട്ട് വളർത്തിക്കോളും, നല്ലതായിട്ട് പട്ടികളെ സ്നേഹിക്കുന്ന കൂട്ടർ കേട്ടോ. എനിക്ക് ഏറ്റവും വലിയ സന്തോഷം അതാണ്. നമ്മളിവരെ കൊടുക്കുമ്പോൾ ഇവർക്ക് നന്നായിട്ട് സ്നേഹവും നല്ല ആഹാരവും കിട്ടണം. അപ്പോൾ അതൊക്കെ ഉറപ്പുള്ളവർ അങ്ങനെയുള്ള ഉറപ്പുള്ളടുത്ത് വിടുമ്പോൾ നമുക്കും ഒരു സമാധാനമാണ് കേട്ടോ. അങ്ങനെ നല്ല അച്ഛനുണ്ടല്ലേ, അച്ഛന് ഭയങ്കര ചെടി എന്ന് പറഞ്ഞാൽ ഭയങ്കര ജീവനാണ് കേട്ടോ. അപ്പം അവിടെ നിന്ന് നമ്മുടെ വീട്ടിൽ നിന്ന് കുറേ ചെടികളുടെ കമ്പുമൊക്കെ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. അങ്ങനെ കൊച്ചു നിലത്ത് വെച്ചിട്ടില്ല കേട്ടോ. നമുക്ക് കാണുമ്പോഴേ അറിയാം ഒരു പൊന്നുപോലെ നോക്കുമെന്ന്. അങ്ങനെ ലാസ്റ്റ് 2 പേരും ഒരു വീട്ടിലോട്ട് പോയപ്പം എനിക്കുണ്ടായ സന്തോഷം സത്യം പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല കേട്ടോ. കാരണം അവർക്ക് ഒറ്റപ്പെടൽ ഫീൽ ചെയ്യത്തില്ലല്ലോ, അവർ 2 പേരും ഒരു വീട്ടിലല്ലേ. അതെനിക്ക് ഏറ്റവും വലിയ സന്തോഷമായിരുന്നു കേട്ടോ. അങ്ങനെ ചോട്ടും മിട്ടും നമ്മുടെ വീട്ടിൽ നിന്ന് പോവാണ്. ഇനി ഇടയ്ക്കിടയ്ക്ക് ഫോട്ടോയും വീഡിയോ ഒക്കെ വേണമെങ്കിൽ നമുക്ക് അവരിട്ട് തരും ചോദിച്ചു കഴിഞ്ഞാൽ. എന്തായാലും നോക്കട്ടെ. ഏറ്റവും വലിയ സമാധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സീൻ കാണാൻ ആഷ്മയില്ലായിരുന്നു കേട്ടോ. സത്യം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കിടന്ന വിളിച്ച് കരഞ്ഞേനെയായിരുന്നു. അപ്പം ഈ കൊണ്ടുവന്നവർക്ക് കൂടെ ബുദ്ധിമുട്ടാണ്, കൊച്ചുങ്ങൾ ഇങ്ങനെ കിടന്ന് കരയുന്ന കാണുമ്പോൾ എന്തും പറയാനാ.
അങ്ങനെ ലച്ചു താണ്ടെ കരച്ചിലിൻ്റെ വക്കോളം എത്തിയിരിക്കുകയാണ് കേട്ടോ. ഞാനങ്ങനെ സങ്കടമൊന്നും പുറത്ത് കാണിക്കുന്നില്ല. ലച്ചിൻ്റെ കണ്ണൊക്കെ നിറഞ്ഞ് ലച്ചു തന്നെ ഇങ്ങനെ സങ്കടത്തിൽ നിൽക്കുകയാണ്, പുറമേ ഇങ്ങനെ കാണിക്കുന്നില്ലെങ്കിൽ എനിക്കത് മനസ്സിലായി. ഞാനിങ്ങനെ അവളെ കളിയാക്കുമായിരുന്നു. അവർ ജീവിക്കാനല്ലേ പോയേ സുഖമായിട്ട്, അവർ പോയി ജീവിക്കട്ടെന്ന്. അങ്ങനെ നമ്മുടെ ചോട്ടും മിട്ടും ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് എന്നേക്കുമായി നമ്മുടെ ഈ വീട്ടിൽ നിന്നും പോയിട്ടുണ്ട്. അവർ പോയി സുഖമായിട്ട് ജീവിക്കട്ടെ. അവർക്ക് വേണ്ടി സത്യം പറഞ്ഞാൽ ഞാൻ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. അവർക്ക് ഇവിടുന്ന് പോയ എല്ലാ പട്ടിക്കുഞ്ഞുങ്ങൾക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് മറ്റന്നാൾ കാണാം.